നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാം എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈവച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഓവറോൾ ഒന്ന് നോക്കിയതാണ്. അതായത് ഇപ്പം കുറച്ചു നേരം അയാൾ വീട്ടിലെത്തിയിട്ട് എക്സാം കഴിഞ്ഞിട്ട് അപ്പം എന്താണ് സെക്രട്ടേറിയറ്റ് OA മെയിൻസ് അല്ലേ, കുറേ പേര് ടെൻഷൻ അടിച്ച് കുറേ പേര് പ്രാർത്ഥിച്ച് ഭയങ്കര ഇതായിട്ട് പോയി എഴുതിയൊരു എക്സാമാണ്. ഇപ്പോൾ ഓവറോൾ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമ്പോഴും പിന്നെ എൻ്റെ അഭിപ്രായത്തിനും പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. പക്ഷേ നെഗറ്റീവിൻ്റെ എണ്ണം കൂടാൻ ചാൻസ് ഉള്ളൊരു എക്സാമാണ്. ഒരുപാട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ കുറേ PSC പരമ്പരാഗതമായിട്ട് ചോദിച്ചു വരുന്ന കുറേ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇതിൽ കാണാൻ പറ്റി. പിന്നെ അത് അല്ലാതെ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോഴും അതാണോ ഇതാണോ എന്നൊക്കെ ഡൗട്ട് തോന്നുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അൾട്രാ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഇത് അൾട്രാ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറയത്തില്ല. ഒരുപാട് പാടായിരുന്നു എന്ന് ചോദിച്ചാൽ പാടുമല്ല, ഒരു ന്യൂട്രൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇപ്പോൾ ഓരോരുത്തർക്കും ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമന്റിന് താഴെ ഒരുപാട് കമന്റ് വരും, ഈസി ആയിരുന്നു, പാടായിരുന്നു, ഈസി ആയിരുന്നു, പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ന്യൂട്രൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരുപാട് പേർക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ മാർക്കിൻ്റെ കാര്യമൊന്നും നമുക്കിപ്പം കട്ട് ഓഫ്, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ചോദിച്ച് കുറേ പേര് ഇനി കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട്. കട്ട് ഓഫിൻ്റെ കാര്യമൊന്നും നമുക്കിവിടെ തീരുമാനിക്കാനേ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ PSC ഈ ഒരു എക്സാം നടത്തിയ PSCക്ക് പോലും കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ ഒരു തീർച്ച കാണത്തില്ല. അപ്പം പിന്നെ നമ്മളെങ്ങനെയാണ് പറയുന്നത്? പിന്നെ നമുക്കറിയാം കുറേ സേഫ് റേഞ്ച് സോണൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കുറേ നല്ല മാർക്കുള്ളവർക്കൊക്കെ സേഫ് ആയിരിക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, അതേ പറ്റൂ. പിന്നെ മാർക്ക് അറിയണമെങ്കിൽ ഇനിയും PSC പ്രൊവിഷണൽ കീ ഇടണം, അത് കഴിഞ്ഞിട്ട് ഫൈനൽ കീ ഇടണം. പ്രൊവിഷണൽ കീ ഇട്ടാലും വിശ്വസിക്കാൻ പറ്റത്തില്ല, എത്ര ഡിലീഷൻ വരും, എത്ര ആൻസർ ചേഞ്ച് വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഫൈനൽ കീ വന്നാലേ നമ്മുടെ ഫൈനൽ മാർക്കിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുവരേക്കും അതൊക്കെ PSC അതാത് സമയത്ത് ഇട്ട് വെക്കും. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പ്രൊവിഷണൽ വരുമ്പോഴത്തേക്ക് പ്രൊവിഷണൽ കീ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റുക. ഫൈനൽ കീ വരുമ്പോൾ ഫൈനൽ കീ നോക്കുക, മാർക്ക് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റുക. ഈ നാളെ തന്നെ ഇന്നൊരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നാളെ തന്നെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് എക്സാം ഉള്ളവർ കാണും, അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർ കാണും. അപ്പോൾ ആ എക്സാം ഒക്കെ ഉള്ളവർ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. അല്ലാതെ ഈ ഒരു എക്സാം ഇങ്ങനെ ആയി പോയല്ലോ, മോശമായിട്ട് എഴുതിയവരോടാണ് ഞാൻ പറയുന്നത്. അതായത് പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റാത്തവരോട് ഈ ഒരു എക്സാം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇനി തരത്തില്ല. അപ്പം നിങ്ങൾ ഇനി പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. എന്താണ് പ്രയോജനമുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ഇനി ആകെ ഉള്ളൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ലാബ് അസിസ്റ്റന്റും സെയിം സിലബസ് ആണ്, സെക്രട്ടേറിയറ്റ് സെയിം സിലബസ് ആണ്, ഒരു മാറ്റവും ഇല്ല, സെയിം സിലബസ് ആണ് ലാബ് അസിസ്റ്റന്റിനും. അപ്പം ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും ലാബ് അസിസ്റ്റന്റിനും ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള ആകെ ഒരേ ഒരു ഉപകാരം, നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, അതേപോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ആ ടോപ്പിക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ്? ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ അതേ ഉള്ളൂ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുള്ള നമുക്കുള്ള ഉപയോഗം. അല്ലാതെ പ്രയോജനമില്ലാതെ ടെൻഷൻ അടിച്ചിട്ടോ കട്ട് ഓഫ് ആലോചിച്ച് PSC എന്ന് ലിസ്റ്റ് ഇടുമെന്നൊന്നും ആലോചിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. അതൊക്കെ PSC അവരുടെ സമയം അനുസരിച്ച് ഓരോന്ന് ചെയ്തോളും. ഇപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് വരും, നമുക്ക് ജോലി കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാനും ഇന്ന് എക്സാം എഴുതാൻ പോയൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എക്സാം എഴുതുന്നതിനേയും കാട്ടി ഉപരി എന്നെ ടെൻഷൻ, ഞാൻ എൻ്റെ ക്രാഷ് കോഴ്സിൽ 10th മെയിൻസ് സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 500 സംതിങ് കുട്ടികളാണിന്ന്, ഉദ്യോഗാർത്ഥികളാണിന്ന് ഈ ഒരു പരീക്ഷ എഴുതാൻ പോയത് എൻ്റെ ആ ക്രാഷ് കോഴ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടൊരു ടെൻഷൻ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും ഓവറോൾ ഒന്ന് തപ്പി, ഞാൻ കോഴ്സിലെടുത്ത് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് കണ്ടപ്പം തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. പിന്നീടാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ അത് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞ മെസ്സേജുകളും വരുന്നുണ്ട്, മിസ്സിൻ്റെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാണുമ്പം തന്നെ ഒരുപാട് മനസ്സ് നിറവുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിന് നാളെ മെയ് 22 നാളെ തന്നെ നമ്മൾ ലാബ് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാബ് അസിസ്റ്റന്റ് കോഴ്സിൽ ഇപ്പം തന്നെ ഒരുപാട് പേരിങ്ങനെ ഓരോ ദിവസം ഒരുപാട് പേര് തന്നെ ജോയിനായി വരുന്നുണ്ട്. നാളെ നമ്മൾ രാവിലെ തന്നെ ലാബ് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, കോഴ്സിൽ എങ്ങനെയാണ് ചേരേണ്ടത്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും
ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കും. അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർ, ലാബ് അസിസ്റ്റന്റ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ചേരുക. നാളെയാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 10th മെയിൻസ് കോഴ്സിന്റെ അതേ പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് അതിലും ഞാൻ ക്ലാസ്സുകൾ തരുന്നത്. പിന്നെ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ലാബ് അസിസ്റ്റന്റിൽ ഈ സെക്രട്ടേറിയറ്റ് OA എക്സാമിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ മുൻനിർത്തിയായിരിക്കും നമ്മൾ അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ഇപ്പം കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം അതൊക്കെ ഒന്ന് കുറേയും കൂടെ ആ ഒരു ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ലാബ് അസിസ്റ്റന്റ്, അതായത് ഈ സെക്രട്ടേറിയറ്റ് OAയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇനി റെഫർ ചെയ്തായിരിക്കും ലാബ് അസിസ്റ്റന്റിലെ ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചേരുക കേട്ടോ. നാളെ തന്നെ ചേർന്ന് നമുക്ക് നാളെ തന്നെ പെൻഡിങ് ഒന്നും വരുത്താതെ ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു ന്യൂട്രൽ എക്സാം. പിന്നെ മാർക്കിന്റെ കാര്യമൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഇനി PSCയുടെ കീ നോക്കണം. പ്രൊവിഷണൽ നോക്കിയിട്ടും ഒരു മാർക്ക് തീർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനൊക്കെ ഡിലീഷൻ പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻസിൽ ഡിലീഷൻ പോകാൻ ചാൻസ് ഉണ്ട്. ഏതാണെന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഈ പറയുമ്പം ഇപ്പോൾ കമൻറ്റിൽ വരും അത് ഡിലീറ്റ് പോകും, ഇത് ഡിലീറ്റ് പോകും എന്നൊക്കെ പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സാം എഴുതിയ എല്ലാവരും ആദ്യം ഇന്നത്തെ ദിവസം റിലാക്സ് ചെയ്യുക. അധികം നമുക്ക് പ്രയോജനകരമല്ലാത്ത ടെൻഷനുകളിലേക്കൊന്നും നിങ്ങൾ ആരും പോകണ്ട. നിങ്ങൾക്ക് ഇനി മുന്നോട്ടെന്ത് ചെയ്യാൻ പറ്റും, അതായത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞു, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്കിനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഈ ഒരു പരീക്ഷയുടെ കാര്യത്തിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഇനി PSC ആണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഉൾപ്പെടാൻ യോഗമുള്ളൊരു ലിസ്റ്റാണെങ്കിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കും. ഉൾപ്പെടാൻ യോഗമില്ലാത്തൊരു ലിസ്റ്റാണെങ്കിൽ നമ്മൾ ഉൾപ്പെടില്ല. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു എക്സാമിനെ മുൻനിർത്തി ഈ ഒരു എക്സാമിന്റെ വെളിച്ചത്തിൽ അടുത്ത പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ പഠിക്കാം, ആ ഒരു പുതിയ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അടുത്ത പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക കേട്ടോ. അല്ലാതെ ആരും ടെൻഷൻ അടിക്കേണ്ട, പരീക്ഷ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ഇനി പ്രൊഫഷണൽ കീ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.